ഭയങ്കര വെയിലായതുകൊണ്ട് കണ്ടോ, ഇത് കാണുന്നുണ്ടോയെന്നറിയില്ല. അതൊക്കെ ഒരു കൊടിത്തോട്ടം, കൊടീൻ്റെ തോട്ടമാണ്. തേങ്ങ കൊടിത്തോട്ടം ഉണ്ടോ. നമ്മളടുത്ത ഉള്ളൊരു സ്ഥലമാണ്. അതിലുള്ള കൊടികൾ നോക്ക്. ഇന്ന് എവിടെയെങ്കിലും കൊടികളുണ്ടോ? എല്ലാ കൊടികളും നാശമായിപ്പോയി. വള്ളി അറ്റുപോയി. കൊടികളുടെ ഒരു പച്ചത്തണ്ട് കൂടി കാണാനേ ഇല്ല എവിടെ. പക്ഷേ ഈ തോട്ടത്തിൽ ഉണ്ടോ കൊടികൾ ഇഷ്ടം പോലെ. നോക്കി നോക്ക്, എന്ത് ഭംഗിയാണ് കൊടികളും തേങ്ങായും എല്ലാം. നിങ്ങൾക്ക് വെയിലായതുകൊണ്ട് കാണുമോയെന്ന് അറിയില്ല. ഉണ്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലം. പറമ്പിൽ ആദായം ഉണ്ടെങ്കിൽ തന്നെ ഭംഗിയായി. കൊടി, കവുങ്ങ്, കാപ്പി, ആ കാപ്പിക്കുരുക്കെ കാപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ പച്ചക്കുരു കാണുന്നു. കുഞ്ഞ് തെങ്ങ്. അപ്പുറത്തെ താഴത്തൊരു വീട്, ഒരു കുഞ്ഞു വീടും ഉണ്ട്. മതിലിൻ്റെ മുകളിൽ കൂടെ കണ്ട കമ്പി വെച്ചേക്കണം, ആരും ചാടി കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ. കപ്പത്തണ്ട് കപ്പ പറിച്ചിട്ട് തണ്ട് ഒക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. വാഴ കാണുന്നുണ്ടോ നിങ്ങൾക്കൊന്നും അറിയില്ല. വാഴ കൊലച്ചിരിക്കുന്നു. വാഴക്കൊല കാണുന്നുണ്ടോയെന്ന് അറിയില്ല. എന്നാലും അവിടെ ഒരു കൊലയൊക്കെ ഉണ്ട്. തെങ്ങ്, കവുങ്ങ്. ഭയങ്കര വെയിലായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അതാ ചേമ്പിൻ്റെ തണ്ട്, നീല കറുത്ത ചേമ്പ്, കറുത്ത ഒരു തരം ചേമ്പ് കണ്ടോ. ബായ്, അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇനി. സുഖമാണ്, പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇതിനും കറുത്ത ചേമ്പുണ്ട്, കറുത്തത്. ഇനി ഞാനൊരു ചേമ്പ് കാണിച്ചു തരാം. ചേമ്പിൻ്റെ തണ്ട്, ചേമ്പ് കണ്ടോ. ഇതാ കാപ്പിക്കുരു നോക്ക്, എത്ര ഭംഗിയായിട്ടാണ്. കാപ്പിച്ചെടികൾ, കാപ്പിക്കുരുകൾ. രാവിലെ കുറേ പക്ഷികൾ കരയുന്ന കേൾക്കാവേ. ഇപ്പം അത് കേൾക്കുന്നില്ല. നല്ലൊരു മാവ് ഉണ്ടോ. ഇതൊക്കെയാണ് ശോഭ കിച്ചണിലുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇതൊക്കെ. രാവിലെ എഴുന്നേൽക്കുന്നു, രാവിലെ അടുപ്പ് കത്തിക്കുന്നു, അരിയിടുന്നു, അങ്ങനത്തെ ഒക്കെ പരിപാടികൾ രാവിലെ അങ്ങ് തുടങ്ങിയാൽ വൈകുന്നേരം 8 മണി വരെ പണി. 8 മണിയും കഴിയും, 9 മണിയാവും. പണികളിങ്ങനെ തീരുന്നില്ല. ഓരോരോ പണികളിങ്ങനെ ഉണ്ടാവും. പിന്നെ എല്ലാം സന്തോഷം തന്നെയല്ല. സന്തോഷത്തോടു കൂടി എടുക്കുന്ന എന്ത് ജോലിയും നമുക്ക് നല്ല എനർജി കിട്ടും. എന്ത് ജോലി എടുത്താലും സന്തോഷത്തോടു കൂടിയാണ് അത് ചെയ്യുന്നതെങ്കിൽ എന്ത് ജോലിയായാലും അത് നമുക്ക് നമ്മുടെ ശരീരത്തിനും മനസ്സിനും എനർജി ആയിരിക്കും. അപ്പം നമ്മൾ എടുക്കുന്ന തൊഴിൽ എന്താണോ അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്ത് തൊഴിൽ നമ്മൾ ചെയ്താലും അത് ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുക. അപ്പം നമുക്കതിന് സന്തോഷം ഉണ്ടാവും. നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുക.